നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെക്കൻ വസീറിസ്ഥാനിലെ സർഗോദയിൽ TTP അതായത് തെഹ്രീക് ഇ താലിബാൻ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ മേജർ മൊയ്സു അബ്ബാസ് ഷാ എന്ന ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. 2019 ബാലാകോട്ട് ആക്രമണത്തിൽ ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥൻ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ പിടികൂടിയ അതേ ഉദ്യോഗസ്ഥനാണ് മേജർ മൊയ്സു അബ്ബാസ് ഷാ. എല്ലാവർക്കും അറിയാം, ഭാരതത്തിന്റെ ധീരപുത്രൻ അഭിനന്ദൻ വർദ്ധമാൻ. അദ്ദേഹത്തിന്റെ ധീരതയൊക്കെ തന്നെ പലപ്പോഴും എല്ലാവർക്കും ഒരു മാതൃകയാണ്. മേജർ മൊയ്സു അബ്ബാസ് ഷായും ലാൻസ് നായിക് ജിബ്രാനും TTP ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യമാണ് അറിയിച്ചിരിക്കുന്നത്. ഏറ്റുമുട്ടലിൽ TTPയിലെ 11 അംഗങ്ങളെ വധിച്ചതായി പാകിസ്ഥാൻ സൈന്യവും അവകാശപ്പെടുന്നു. ഖൈബർ പഖ്തൂൺഖ്വയിലെ സൗത്ത് വസീറിസ്ഥാൻ ജില്ലയിൽ ചൊവ്വാഴ്ച ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ഓപ്പറേഷനിൽ 2 സൈനികർ കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ സൈന്യത്തിന്റെ മാധ്യമ വിഭാഗം അറിയിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസിന്റെ പ്രസ്താവന പ്രകാരം 2025 ജൂൺ 24 സൗത്ത് വസീറിസ്ഥാൻ ജില്ലയിലെ സറോഖ പ്രദേശത്ത് സുരക്ഷാ സേന ഒരു ഓപ്പറേഷൻ നടത്തി. മേജർ മൊയ്സു അബ്ബാസ് ഷായും ലാൻസ് നായിക് ജിബ്രാനും ആ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടു. പാകിസ്ഥാൻ ഭീകരർക്കെതിരായ നിരവധി ഓപ്പറേഷനുകളിൽ മേജർ മൊയ്സു ധീരമായ പ്രവർത്തനങ്ങൾ നടത്തിയതിന് പേരുകേട്ടയാളാണെന്ന് പാകിസ്ഥാൻ സൈന്യത്തിന്റെ മാധ്യമ വിഭാഗം ISPR പറഞ്ഞു. എന്നിരുന്നാലും ബലാകോട്ട് ആക്രമണത്തെക്കുറിച്ച് ISPR പരാമർശിച്ചിട്ടില്ല. പാകിസ്ഥാനിൽ തടങ്കൽ വിമാനം തകർന്നു വീണതിനെ തുടർന്ന് പാരച്യൂട്ടിൽ അഭിനന്ദൻ വർദ്ധമാൻ പാക് അധീന കശ്മീരിൽ വന്നിറങ്ങിയപ്പോൾ ദേശീയരായ പാകിസ്ഥാനികൾ അദ്ദേഹത്തെ ആക്രമിച്ചു. സ്വയം പ്രതിരോധത്തിനായി അഭിനന്ദൻ ആകാശത്തേക്ക് വെടിയുതിർത്തു. പിന്നീട് പാകിസ്ഥാൻ സൈന്യമാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ ലംഘിച്ച് അഭിനന്ദനെ പിടികൂടുന്നതിൽ പാകിസ്ഥാൻ ആർമി ഓഫീസർ മൊയ്സു അബ്ബാസ് ഷാ പ്രധാന പങ്ക് വഹിച്ചതായി അവകാശപ്പെടുന്നു. മേജർ മൊയ്സു വിംഗ് കമാൻഡർ അഭിനന്ദനെ പിടികൂടിയതായി പാകിസ്ഥാൻ പിന്നീട് അവകാശപ്പെട്ടു. ഏതായാലും അന്ന് അഭിനന്ദൻ വർദ്ധമാനെ പിടികൂടിയ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളാണ് മേജർ മൊയ്സും ഇപ്പോൾ കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അന്ന് വാഘ ബോർഡർ വഴിയാണ് അഭിനന്ദനെ ഇന്ത്യയിലേക്ക് എത്തിച്ചത്. ബീറ്റിംഗ് റിട്രീറ്റ് നടത്തിയാണ് പാകിസ്ഥാൻ വിംഗ് കമാൻഡർ അഭിനന്ദനെ ഇന്ത്യക്ക് കൈമാറിയത്. റെഡ് ക്രോസിന്റെ സാന്നിധ്യത്തിലായിരുന്നു കൈമാറ്റ ചടങ്ങ് നടന്നത്. ഔദ്യോഗികമായി ഇന്ത്യക്ക് കൈമാറിയെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം ആദ്യമൊന്നും ലഭ്യമായിരുന്നില്ല. അന്ന് ദിവസം വൈകുന്നേരം 5:30 അഭിനന്ദനെ പാകിസ്ഥാൻ ഔദ്യോഗികമായി ഇന്ത്യക്ക് കൈമാറിയെന്നായിരുന്നു നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ. വാഗയിൽ നിന്ന് അമൃത്സറിൽ എത്തിക്കുന്ന അഭിനന്ദനെ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് കരുതിയത്. എന്നാൽ രാത്രി 8 മണിയോടെ അഭിനന്ദനെ ഇന്ത്യക്ക് കൈമാറിയ വിവരം സ്ഥിരീകരിക്കാനായില്ലെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്താണ് കസ്റ്റഡിയിലുള്ള വൈമാനികരെ വിട്ടയക്കുമെന്ന പ്രഖ്യാപനം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അന്ന് 2019 നടത്തിയത്. ഇന്ത്യയുടെ ശ്രമഫലമായുണ്ടായ കടുത്ത അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഉപാധികളില്ലാതെയാണ് അഭിനന്ദനെ പാകിസ്ഥാൻ വിട്ടയക്കുന്നത്. കണ്ഡഹാർ മാതൃകയിൽ വിലപേശലാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നതെന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നുമായിരുന്നു ഇന്ത്യയുടെ നിലപാട്. ഫെബ്രുവരി 14 40 CRPF ജവാന്മാർ കൊല്ലപ്പെട്ട പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചത്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. പുൽവാമ ആക്രമണത്തിന് ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ വ്യോമസേന ജെയ്ഷെ ഇ മുഹമ്മദിന്റെ ഭീകര ക്യാമ്പിൽ ആക്രമണം നടത്തി. തുടർന്നുള്ള ഏറ്റുമുട്ടലിലൂടെ ഫെബ്രുവരി 27 ഇന്ത്യൻ വ്യോമസേന പൈലറ്റ് അഭിനന്ദൻ വർദ്ധമാൻ ഒരു പാകിസ്ഥാൻ F-16 ജെറ്റും വെടിവെച്ച് വീഴ്ത്തിയിരുന്നു. അഭിനന്ദൻ തന്റെ MiG-21 ബൈസൺ വിമാനത്തെ അമ്രാം മിസൈൽ ഇടിക്കുന്നതിന് മുൻപ് പാകിസ്ഥാൻ F-60 വിമാനത്തെ തകർക്കാൻ R-73 മിസൈൽ വിക്ഷേപിച്ചിരുന്നു. ആക്രമണത്തിൽ പാകിസ്ഥാൻ F-60 ഉപയോഗിച്ചിരുന്നു എന്ന വസ്തുതയെ ഈ സംഭവം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു. എന്നാൽ IAF പൈലറ്റ് അഭിനന്ദൻ വർദ്ധമാനെ പാക് സൈന്യം പിടികൂടി. ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ പാകിസ്ഥാന്റെ പിടിയിലായതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ നടത്തിയ നയതന്ത്ര നീക്കങ്ങൾ മുൻപ് ഇന്ത്യയുടെ പാകിസ്ഥാനിലെ മുൻ ഹൈക്കമ്മീഷണർ അജയ് ബിസാരിയ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 2019 ഫെബ്രുവരി 27 രാത്രിയിൽ ഉണ്ടായ സംഭവ വികാസങ്ങളാണ് അജയ് ബിസാരിയ വിശദമാക്കിയത്. ആങ്കർ മാനേജ്മെന്റ് ദി ട്രബിൾഡ് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എന്ന പുസ്തകത്തിലാണ് സുപ്രധാന വെളിപ്പെടുത്തലുള്ളത്. അഭിനന്ദനെ പിടികൂടി 2 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ മോചനത്തിലേക്ക് നയിച്ച ഇന്ത്യയുടെ വിദഗ്ധമായ നയതന്ത്ര നീക്കത്തെ കുറിച്ചാണ് ബിസാരിയ വെളിപ്പെടുത്തിയത്. 9 ഇന്ത്യൻ മിസൈലുകൾ തങ്ങളെ ലക്ഷ്യമിടാൻ സാധ്യതയുണ്ടെന്ന ഘട്ടത്തിൽ പരിഭ്രാന്തിയിലായ പാകിസ്ഥാൻ സർക്കാർ ഇമ്രാൻഖാനും നരേന്ദ്രമോദിയും തമ്മിലുള്ള ആശയവിനിമയത്തിന് ശ്രമിച്ചെന്നും ബിസാരിയ പറയുന്നു.
മോദിയുമായി സംസാരിക്കാൻ അന്നത്തെ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന് ആഗ്രഹമുണ്ടെന്ന് വ്യക്തമാക്കി പാക് ഹൈക്കമ്മീഷണർ സുഹേൽ മഹമ്മൂദ് അർദ്ധരാത്രി ബിസാരിയെ വിളിച്ചു. മോദിയെ ഇപ്പോൾ ലഭ്യമല്ലെന്നും അടിയന്തര സന്ദേശമാണെങ്കിൽ താൻ അദ്ദേഹത്തെ അറിയിക്കുമെന്നും ബിസാരിയെ പറഞ്ഞു. എന്നാൽ ഒരു ആശയവിനിമയം നടക്കാതെ അടുത്ത ദിവസം, അതായത് ഫെബ്രുവരി 28-ന് ഇമ്രാൻഖാൻ പാർലമെന്റിൽ അഭിനന്ദന്റെ മോചനം പ്രഖ്യാപിക്കുകയായിരുന്നുവെന്ന് ബിസാരിയെ പറയുന്നു. തങ്ങളെ ലക്ഷ്യമിട്ട് നിൽക്കുന്ന ഇന്ത്യയുടെ 9 മിസൈലുകളെ കുറിച്ച് പാകിസ്ഥാൻ വിദേശ നയതന്ത്ര പ്രതിനിധികളെയും അറിയിച്ചിരുന്നു. അഭിനന്ദൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ഇന്ത്യയുടെ സൈനിക നീക്കത്തിലും പാകിസ്ഥാന് ആശങ്കയുണ്ടായിരുന്നു. അഭിനന്ദന്റെ മോചനത്തിലേക്ക് നയിച്ച നയതന്ത്ര നീക്കത്തിന്റെ ആ രാത്രിയെ കദൽ കി രാത്, അതായത് രക്തച്ചൊരിച്ചിലെ രാത്രി എന്നാണ് നരേന്ദ്രമോദി വിശേഷിപ്പിച്ചതെന്നും ബിസാരിയ പറഞ്ഞു. ഇമ്രാന് മോദിയുമായി സംഭാഷണം നടത്താനും ഹസ്തദാനം ചെയ്യാനും ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് ഒരു അടുത്ത സുഹൃത്ത് സമീപിച്ചതും ബിസാരിയ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും വർഷങ്ങൾ ഇപ്പുറം കഴിയുമ്പോഴും പാകിസ്ഥാന് ഇന്ത്യയോടുള്ള ഭയം ഇരട്ടിച്ചിരിക്കുകയാണ്. കാരണം ഇത്തവണ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്തും അതിർത്തിയിൽ നിന്ന് ഒരു ജവാനെ പാകിസ്ഥാൻ പിടികൂടിയിട്ടുണ്ടായിരുന്നു. അബദ്ധത്തിൽ അതിർത്തി ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഒരു ഇന്ത്യൻ സൈനികനെ പാകിസ്ഥാൻ പിടിയിലാക്കിയത്. പക്ഷെ കുറച്ചു ദിവസം നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിൽ യാതൊരു പോറൽ പോലും ഏൽക്കാതെയാണ് പാകിസ്ഥാൻ നമ്മുടെ ഇന്ത്യൻ സൈനികരെ തിരിച്ച് ഇന്ത്യയിലേക്ക് വിട്ടത്. വർഷങ്ങൾ പിന്നിടുമ്പോൾ യാതൊരു തരത്തിലുള്ള നീക്കം അല്ലെങ്കിൽ ചർച്ചകളോ ഒന്നുമില്ലാതെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വളർച്ചയെ ഭയപ്പെട്ടുകൊണ്ട് പാകിസ്ഥാൻ ഇന്ന് എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടുള്ളതാണ്.